അസ്സലാമലൈക്കും, നമസ്കാരം. വെറും 1080 സ്ക്വയർ ഫീറ്റിൽ 17 ലക്ഷത്തിന് 2 ബെഡ്റൂമോട് കൂടി കിടിലൻ ഡിസൈനിൽ വരുന്ന ഒരു വീടാണ് കേട്ടോ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അതിമനോഹരമായ രീതിയിൽ തന്നെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ ഈ വീട് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ കോടൂർ വലിയാടുള്ള മുഹമ്മദ് ആൻഡ് ഫാമിലിന്റെ വീടാണ് കേട്ടോ. വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയേണ്ട നിങ്ങൾക്ക് അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ഒന്ന് കണ്ടാലോ. ഒത്തിരി സന്തോഷത്തോടാണ് കേട്ടോ ഈ ഹോം ടൂർ ഞങ്ങൾ ചെയ്യുന്നത്. കാരണം ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ട് ഞങ്ങളുടെ ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് കേട്ടോ ഇവര്. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ മനോഹരമായ വീടിന്റെ ഹോം ടൂർ വീഡിയോസ് ചെയ്യാനും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോ എത്ര കുഞ്ഞു വീടും ആയിക്കോട്ടെ നിങ്ങൾ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയർ ലുക്ക് നോക്കുകയാണെങ്കിൽ പുറമെ നിന്ന് കാണുമ്പോൾ അത്യാവശ്യം വലിയൊരു വീടായിട്ട് തോന്നും കേട്ടോ. പക്ഷെ 1080 സ്ക്വയർ ഫീറ്റിൽ വെറും 2 ബെഡ്റൂം വരുന്ന ഒരു ഒറ്റനില വീടാണ് കേട്ടോ ഇത്. അപ്പൊ നമുക്ക് ഇതേ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. വീടിന്റെ ഫ്രണ്ടിലായിട്ട് ഇതാ ഇതുപോലെ കുഞ്ഞു കോമ്പൗണ്ട് വോളാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. വീടിന് ആ ഒരു കളർ തീമിനോടൊക്കെ മാച്ച് ആവുന്ന തരത്തിൽ തന്നെയാണ് വരുന്നത്. ഇനിയിപ്പോ അതേ നമ്മൾ കയറി വരുമ്പോൾ നേരെ കാണാൻ ഇവിടുത്തെ സിറ്റ് ഔട്ട് ആണ് കേട്ടോ. സിറ്റ് ഔട്ടിന്റെയും ആ ഒരു വോളിന്റെയും ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ബോക്സ് ടൈപ്പ് പോലെ ഒരു ഡിസൈൻ വരുന്നുണ്ട്, ഒരു ബോർഡർ പോലെ വരുന്നുണ്ട് കേട്ടോ. ശേഷം അതേ നമ്മുടെ ആ ഒരു ഭാഗത്തുള്ള ഷോവാള് നോക്കുകയാണെങ്കിൽ ഒരു സ്കൈ ബ്ലൂ കളറിലാണ് കേട്ടോ പെയിന്റിങ് ചെയ്തിട്ടുള്ളത്. രണ്ട് വശത്തായിട്ട് 2 എക്സ് ലൈറ്റും താഴെയായിട്ട് ഇതുപോലൊരു കുഞ്ഞു ഗാർഡനും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ സിറ്റ് ഔട്ടിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു റെയിലിംഗ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ആ ഒരു ഷോവാളിന്റെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലൊരു ഓടൊക്കെ കൊടുത്ത് ഒരു സ്ലോ പ്രൂഫ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. അവിടെ ആയിട്ട് ഒരു ജാലിയം ബ്ലോക്സിന്റെ ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടും ഒരു ഷോവാള് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ആയിട്ടും ഒരു കുഞ്ഞു റെയിലിംഗ് വരുന്നുണ്ട്. ഇവിടെ ഒരു സിമന്റ് ടെക്സ്ചർ ഡിസൈൻ കൊടുത്തിട്ടാണ് കേട്ടോ അവിടെയും ഭംഗിയാക്കിയിട്ടുള്ളത്. ഇവിടെ സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിന് ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത്. കൂടാതെ സിറ്റ് ഔട്ടിലും ബാക്കി ഭാഗത്തൊക്കെ ആയിട്ട് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. 2 വശത്തായിട്ട് 2 പ്ലാൻ ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 305, 174 സൈസിലാണ് കേട്ടോ ഇവിടെ സിറ്റ് ഔട്ട് വരുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ വോളിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഒരു സിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്. അതിന് ബേസിലായിട്ടും ഗ്രാനൈറ്റ് ആണ് കേട്ടോ. അതിനോട് ചേർന്ന് തന്നെ മഹാഗണി വുഡിൽ ചെയ്തിട്ടുള്ള 2 വലിയ ചെയേഴ്സ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒന്നിന് 3500 രൂപയാണ് കേട്ടോ വരുന്നത്. ആ ഒരു വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞു വിൻഡോയും വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ സീലിംഗ് സിമ്പിൾ ആയിട്ട് പ്രൊഫൈൽ ആയിട്ട് കൊടുത്ത് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മൾ നമ്മുടെ മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ 4.25 വരുന്ന വുഡിന്റെ ഡബിൾ ഡോർ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ ഡോറിന്റെ ഫ്രെയിം വന്നിട്ട് മഹാഗണിയും ഡോർ വന്നിട്ട് ഈട്ടിയും ആണ് കേട്ടോ. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനിൽ വരുന്ന ഈ ഡോറിന്റെ ഹാൻഡിൽ വന്നിട്ടും വുഡിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അകത്തേക്ക് കയറി വന്നാലും നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 304, 301 സൈസിലാണ് നമ്മുടെ ലിവിംഗ് ഏരിയ വന്നിട്ടുള്ളത്. നമ്മുടെ അകത്തേക്ക് കയറി വരുമ്പോഴേ ഇവിടെ ലിവിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ എത്തുന്നത്. ഒരു കുഞ്ഞു സ്പേസിൽ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ എൽ ഷേപ്പിലായിട്ടാണ് കേട്ടോ ഇവിടെ സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല കംഫർട്ട് ആയിട്ടുള്ള സോഫയാണ്. ഒരു 30,000 രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത്. നടുക്കായിട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു കളർ തീമിന് മാച്ച് ആവുന്ന തരത്തിൽ തന്നെ ഒരു ടീ ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ വിൻഡോസിനായിട്ട് സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ആ ഭാഗത്ത് വോളിലായിട്ട് ഒരു ക്ലോക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സോഫയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ TV യൂണിറ്റിനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് 2 വശത്തായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ സ്റ്റോറേജ് ഒക്കെ ചെയ്യാവുന്ന രീതിക്ക് ഇവിടെ വാർത്തതാണ് കേട്ടോ. ഇത് ഉള്ളിലായിട്ട് ഇതുപോലെ സ്റ്റോറേജിന് വേണ്ടി ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ശേഷം ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ TV യൂണിറ്റിനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ലൂവേഴ്സ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴേക്ക് വരാണെങ്കിൽ ഡ്രോയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സീലിംഗിലേക്ക് വരുമ്പോൾ ജിപ്സം സീലിംഗ് ആണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും കൂടി പാർട്ടീഷൻ ചെയ്തുകൊണ്ട് ഒരു പാർട്ടീഷൻ വോള് സെറ്റ് ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡിൽ മൈക്ക് ഒട്ടിച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. എൻട്രൻസിന്റെ ഭാഗത്ത് 2 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തതായിട്ട് കാണാം. കൂടാതെ ഈ ഭാഗത്തേക്ക് വരാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഒരു അക്വേറിയാണ് കേട്ടോ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 368, 491 സൈസിലാണ് കേട്ടോ ഈ ഒരു ഡൈനിങ് ഹാൾ വന്നിട്ടുള്ളത്.
ശേഷം നമ്മൾ ഇതേ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ദേ ഈ ഹോളിനെ ഒത്തിരി ഭംഗിയാക്കുന്ന തരത്തിലാണ് ഇവിടെ സ്റ്റെയർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇവിടെ 2 ബെഡ്റൂം ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ബെഡ്റൂം ഇതേ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് വരുന്നത്. എന്റെ പുറകിലായിട്ടാണ് ഇവിടുത്തെ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. ശേഷം രണ്ടാമത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ ഇതേ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വരുന്നത്. എന്റെ പുറകിലായിട്ട് നമ്മുടെ ഹോളിലെ കോമൺ ബാത്റൂമും വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ആ ഒരു സ്റ്റെയറിന്റെ താഴെയായിട്ട് നല്ല സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 10,000 രൂപ വരുന്ന ഒരു ടേബിൾ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ടേബിളിന്റെ കളർ കോമ്പിനേഷനോടൊക്കെ മാച്ച് ആവുന്ന തരത്തിൽ ഇതുപോലെ ചെയേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സ്റ്റെയറിന്റെ ദേ ആ ഒരു കോർണറിലായിട്ടാണ് കേട്ടോ വാഷ് ബേസിൻ വരുന്നത്. അപ്പൊ നമുക്ക് അതിന് നമ്മുടെ സ്റ്റെയർ ഒന്ന് നോക്കിയാലോ. സ്റ്റെയറിന്റെ ദേ ഹാൻഡ് റെയിൽ വന്നിട്ട് നോക്കുകയാണെങ്കിൽ ജിഐയിലാണ്, ടോപ്പ് റെയിലിൽ തേക്കാണ് കേട്ടോ വരുന്നത്. ഇനി നമ്മുടെ സ്റ്റെയറിന്റെ സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ ഇത് തെങ്ങിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടില്ലേ ആ ഒരു ഡിസൈൻ കാണാന്. നമ്മുടെ സ്റ്റെയർ ഏരിയയിലെ മുകളിലായിട്ട് ജാലിയൻ ബോക്സിന്റെ ആ ഒരു ഡിസൈൻ ഇല്ലേ, വെന്റിലേഷന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലും ഒപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനും. നമ്മുടെ എക്സ്റ്റീരിയറിൽ നടുക്കായിട്ട് ഒരു സ്ലോ പ്രൂഫ് ആയിട്ട് കണ്ടില്ലേ, ആ ഒരു ഭാഗമാണ് കേട്ടോ ഇത്. അവിടെ മേലെ ഓടാണ് കേട്ടോ വരുന്നത്. ഇവിടെ സെൻട്രലായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ നമ്മുടെ വാഷേരിയന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഇവിടെ വാഷേരിയം സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ലൂവേഴ്സ് ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ആ ഒരു ഡിസൈനിങ്ങിനോടൊക്കെ മാച്ച് ആവുന്ന തരത്തിൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിലായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമ്മൾ താഴേക്ക് വരുമ്പോൾ ഒരു സ്ക്വയർ ടൈപ്പിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വാഷ് ബേസും വരുന്നുണ്ട്. താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റോറേജും ചെയ്തിട്ടുണ്ട്. ഇവിടെ വിൻഡോയിലായിട്ടും സിബ്ര ബ്ലൈൻഡ്സ് തന്നെയാണ് കേട്ടോ കർട്ടൻസ് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂംസ് ഒക്കെ നോക്കല്ലേ. നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോല്ലേ ഈ ഭാഗത്തെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ ഒരു റൗണ്ട് ഡിസൈനിൽ ഒരു ഷോക്കേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. കൂടാതെ നല്ല ഭംഗിയിലാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത്. ഉള്ളിലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഷോക്കേസിംഗ് ഒക്കെ ചെയ്യാൻ അടിപൊളിയായിരിക്കും കേട്ടോ. ഇനിയിപ്പോ നമ്മൾ അവിടുന്ന് നമ്മുടെ ബെഡ്റൂമിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് തന്നെയല്ലേ നമ്മുടെ ഹോളിലെ കോമൺ ബാത്റൂം വരുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടു കളയാം. 199, 120 സൈസിലാണ് കേട്ടോ ഈ ബാത്റൂം വരുന്നത്. ഒരു ലൈറ്റ് ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ ടൈല് കൊടുത്തിട്ടുണ്ട്. വാഷേരിയന്റെ യൂണിറ്റും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം നോക്കല്ലേ. 313, 356 സൈസിലാണ് കേട്ടോ ഈ ബെഡ്റൂം വന്നിട്ടുള്ളത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഒതുക്കത്തില് നല്ല ഭംഗിയിലാണ് കേട്ടോ ഈ റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കോട്ട് വരുന്നത്. കോട്ടിന്റെ ആ ഒരു ഹെഡ് ബോർഡ് ഒക്കെ ആ വോളിൽ ഫിക്സ്ഡ് ആണ് കേട്ടോ. ഒരു വുഡ് ആൻഡ് വൈറ്റ് തീമിലാണ് വരുന്നത്. ഇവിടെ സൈഡിലായിട്ട് സൈഡ് ടേബിൾ വരുന്നില്ല. പകരം ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഫോണൊക്കെ വെക്കാവുന്ന രീതിക്ക് ഒരു സ്റ്റാൻഡ് പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് വോളിൽ 2 വശത്തായിട്ട് 2 സിംഗിൾ വിൻഡോ വരുന്നുണ്ട്. നടുക്കായിട്ട് ഒരു വോൾ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ അവിടുന്ന് നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു ബേ വിൻഡോ കൺസെപ്റ്റ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കർട്ടൻ വന്നിട്ട് നോക്കുകയാണെങ്കിൽ സീബ്ര ബ്ലൈൻഡ്സ് ആണ്. ഇവിടെ നമ്മുടെ സിറ്റിംഗിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത്. ഇനി നമ്മുടെ കോട്ടിനോടൊക്കെ മാച്ച് ആവുന്ന ആ ഒരു വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിൽ തന്നെയാണ് ഇവിടെ വാർഡ്രോബും സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിലായിട്ട് തന്നെ നമുക്ക് ഡ്രസ്സിംഗ് ഏരിയക്കുള്ള ആ ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വീട് ഇത്രയും മനോഹരമായ രീതിയിൽ ഇന്റീരിയർ ചെയ്തിട്ടുള്ളത് ഈ വീടിന്റെ ഹൗസ് ഓണർ തന്നെയാണ് കേട്ടോ. ഏകദേശം 80,000 രൂപയാണ് ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൾട്ടിവുഡിൽ മൈക്കൊടിച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി എന്തായാലും നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കിയല്ലേ. ഇവിടെ കയറി വരുമ്പോഴേ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂം വരുന്നത്. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. 305, 390 സൈസിൽ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂമും വന്നിട്ടുള്ളത്. ഇവിടെ 2 സിംഗിൾ കോട്ടാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു നടുക്കത്തെ കോട്ട് വന്നിട്ട് ആ ഒരു ഹെഡ് ബോർഡ് ആ വോളിൽ ഫിക്സ്ഡ് ആണ്. ആ ഒരു സ്വിച്ച് ബോർഡിന്റെ ഭാഗത്തൊക്കെ ആ ഒരു ബോർഡ് വരുന്നുണ്ട് കേട്ടോ. 2 വശത്തായിട്ട് നോക്കുകയാണെങ്കിൽ 2 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. നടുക്കായിട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു വോൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വോളിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ വിൻഡോസിലായിട്ട് നോക്കുകയാണെങ്കിൽ സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ്. ഇനി കോട്ടിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു വുഡ് ആൻഡ് വൈറ്റ് തീമിൽ തന്നെയാണ് കേട്ടോ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സീലിംഗിലായിട്ട് സിമ്പിൾ ആയിട്ട് LED ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ റൂമിലെ ബാത്റൂം ഒന്ന് നോക്കിയാലോ. 199, 130 സൈസിലാണ് കേട്ടോ വരുന്നത്.
ഇനിയിപ്പോ അവസാനമായിട്ട് നമ്മുടെ കിച്ചണിലേക്ക് വരുമ്പോൾ കിച്ചണിന്റെ ഡോർ വന്നിട്ട് ഇതേ വുഡിൽ ഇതുപോലെ ഒരു ഗ്ലാസിന്റെ ഡിസൈൻ ഒക്കെ വരുന്ന ഡോറാണ് കേട്ടോ. ഡോറിന് മുകളിലായിട്ട് തന്നെ ഇതേ ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. 324 436 സൈസിലാണ് കേട്ടോ ഇവിടെ കിച്ചൺ വരുന്നത്. ഒരു മിനിമൽ ആയിട്ടുള്ള സ്പേസിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത്. പക്ഷെ തികച്ചും നല്ല വൃത്തിയായിട്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. ഇവിടെ ദേ എൽ ഷേപ്പിലായിട്ട് ഒരു റാക്ക് വരുന്നുണ്ട്. റാക്കിന് ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ദേ താഴേക്ക് വരുമ്പോൾ വൈറ്റ് കളറിൽ ഓരോന്നിനും അതത് ക്യാബിൻ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ക്യാബിൻസും അതുപോലെ തന്നെ ടൈൽസ് ഒക്കെ വൈറ്റ് കളറിൽ വരുന്നതുകൊണ്ട് തന്നെ നല്ല സ്പീഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ഈ ഒരു റാക്കിലായിട്ട് തന്നെയാണ് ഗ്യാസ് സ്റ്റവ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അവിടെ ദേ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ വോളിലായിട്ട് ഇതുപോലെ ഒരു ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ദേ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ജസ്റ്റ് ഇതാ ഒരു ക്രോക്കറി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടും അല്ലാതെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിന് മുകളിലായിട്ട് നോക്കുകയാണെങ്കിലും ദേ സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്ത് വലിയൊരു സ്റ്റോറേജ് സ്പേസും ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ദേ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴേക്ക് വരുമ്പോൾ ദേ സ്റ്റോറേജിനുള്ള സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ സിങ്കിന് ഒരു സെപ്പറേറ്റ് സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ ദേ വെന്റിലേഷന് വേണ്ടിയിട്ട് റെയിലിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അവിടെ ആയിട്ടാണ് നമ്മുടെ പാത്ര സ്റ്റാൻഡ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ കിച്ചണിൽ ദേ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്റ്റോർ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡോർ കൊടുത്തിട്ടില്ല കേട്ടോ. മുകളിലായിട്ടും ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. 174 100 സൈസിലാണ് വരുന്നത്. ഇവിടെ ആയിട്ട് തന്നെയാണ് കേട്ടോ ഫ്രിഡ്ജും വരുന്നത്. കൂടാതെ സ്റ്റോറേജിനായിട്ട് ഇതുപോലെ സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വീടിന്റെ പ്ലാൻ ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീട് മൊത്തത്തിൽ ഇതുപോലെ ലൈറ്റ്സ് ഒക്കെ കൊടുത്തതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ നൈറ്റ് വ്യൂ വന്നിട്ടും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ ഇഷ്ടമായോ? വെറും 17 ലക്ഷം രൂപക്ക് ഇത്രയും അടിപൊളിയായി ഡിസൈൻ ചെയ്ത വീടിനെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഒപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാൻ ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.